കോർപ്പറേഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. എക്കണോമിക് എന്റർപ്രൈസുകളെ പ്രധാനമായും മൂന്നായി തിരിച്ചിരിക്കുന്നു: പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ, കോർപ്പറേറ്റീവ് സെക്ടർ. ഒന്നാമത്തേത് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർഗനൈസ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതുമായ എന്റർപ്രൈസുകളാണ് പ്രൈവറ്റ് സെക്ടറിൽ വരുന്നത്. ഇവയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രധാനമായും 3 ടൈപ്പ് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷനുകളാണുള്ളത്. 1 സോൾ ട്രേഡ്, 2 പാർട്ണർഷിപ്പ്, 3 ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒന്നാമത്തേത് സോൾ ട്രേഡ്. ഓർഗനൈസ്ഡ് ആൻഡ് റൺ ബൈ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസ് ആണ് ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതും. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നത് സ്വന്തം റിസ്ക് ആണ്. അതായത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അവനവൻ തന്നെയാണ് വഹിക്കേണ്ടത്. ലയബിലിറ്റി എന്നത് അൺലിമിറ്റഡ് ആണ്. അതായത് ഈ ഒരു സ്ഥാപനത്തിന്റെ നഷ്ടം നികത്താനായി ആ സോൾ ട്രേഡർ അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ വിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കുന്നത്. രണ്ടാമത്തേത് പാർട്ണർഷിപ്പ്. 2 അതിലധികമോ വ്യക്തികൾ ചേർന്ന് മ്യൂച്വൽ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ബിസിനസ് ആണ് പാർട്ണർഷിപ്പ്. ഈ വ്യക്തികൾ 2 അതിലധികമോ വ്യക്തികൾ മ്യൂച്വൽ എഗ്രിമെന്റിൽ ബിസിനസ് നടത്തുമ്പോൾ അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. പാർട്ണർഷിപ്പിന്റെ ലയബിലിറ്റിയും അൺലിമിറ്റഡ് ആണ്. അതായത് ആ സ്ഥാപനത്തിന്റെ നഷ്ടം നികത്താനായി പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ വിൽക്കേണ്ടി വരും. മൂന്നാമത്തേത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇത് ലാർജ് ബിസിനസ് ഓർഗനൈസേഷനുകളാണ്. കമ്പനി എന്നതൊരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അതായത് ഒരു നാച്ചുറൽ പേഴ്സണിലുള്ള എല്ലാ അധികാരങ്ങളും ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണും ഉണ്ട്. അതായത് ഒരു കമ്പനിയുടെ പേരിൽ വസ്തുക്കൾ വാങ്ങാം തുടങ്ങി ഒരു നാച്ചുറൽ പേഴ്സൺ ഉള്ള എല്ലാ അധികാരങ്ങളും ഒരു കമ്പനിക്കും ഉണ്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 3(1) പ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് കമ്പനി എന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇത്തരത്തിലുള്ള കമ്പനികളുടെ ലയബിലിറ്റി എന്നത് ലിമിറ്റഡ് ആണ്. അതായത് കമ്പനിയുടെ ബാധ്യതയ്ക്ക് അതിന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും ബാധ്യതപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. എന്തുമാത്രം ഷെയർ അവർക്ക് ആ കമ്പനിയിലുണ്ടോ അത്രയും മാത്രമേ അവർക്ക് ആ കമ്പനിയോട് ബാധ്യത ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് ഏതെങ്കിലും തരത്തിൽ കമ്പനി പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ വാല്യൂ നഷ്ടപ്പെടും എന്നതിൽ കവിഞ്ഞ് യാതൊരു ബാധ്യതയും കമ്പനിയോട് ഉണ്ടായിരിക്കുന്നതല്ല. ഡിഫറൻസ് ബിറ്റ്വീൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് പാർട്ണർഷിപ്പ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നത് രജിസ്റ്റേർഡ് ബിസിനസ് ഓർഗനൈസേഷനുകളാണ്. അതേസമയം പാർട്ണർഷിപ്പ് എന്നത് 2 അതിലധികമോ വ്യക്തികൾ ചേർന്നുള്ള ബിസിനസ് നടത്താനുള്ള ഒരു എഗ്രിമെന്റ് ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നത് പ്രോഫിറ്റ് മോട്ടീവ് അല്ല. പാർട്ണർഷിപ്പ് എന്നത് പ്രോഫിറ്റ് മോട്ടീവ് ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് മെമ്പേഴ്സ് ആണ്. അതേസമയം പാർട്ണർഷിപ്പില് ക്യാപിറ്റൽ അതിന്റെ പാർട്ട്നേഴ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നത് ഒരു കണ്ടിന്യൂസ് ബിസിനസ് ആണ്. അതേസമയം പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട്ണറുടെ ഡെത്ത് സംഭവിക്കുന്നതിലൂടെ അവിടെ പാർട്ണർഷിപ്പിന് അവസാനം വരുന്നു. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലയബിലിറ്റി എന്നത് ലിമിറ്റഡ് ആണ്. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാധ്യതകൾക്ക് അതിന്റെ മെമ്പേഴ്സ് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും ബാധ്യതപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം പാർട്ണർഷിപ്പിലെ ലയബിലിറ്റി എന്നത് അൺലിമിറ്റഡ് ആണ്. മെമ്പേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ബാധ്യതപ്പെടുത്തേണ്ടി വരും. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അതേസമയം കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ക്യാപിറ്റൽ എന്നത് സെർവന്റ് ആണ്. അതേസമയം ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ ക്യാപിറ്റൽ എന്നത് മാസ്റ്റർ ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഷെയർ വാല്യൂ ഫിക്സഡും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാത്തതുമാണ്. അതേസമയം ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിൽ ഷെയർ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നതും ഈസിലി ട്രാൻസ്ഫറബിളുമാണ്.
കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ 1 man 1 vote പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത്. അതേസമയം ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിൽ 1 share 1 vote പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ സുപ്രീം അതോറിറ്റി ജനറൽ ബോഡിയാണ്. അതേസമയം ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിലെ സുപ്രീം അതോറിറ്റി ഡയറക്ടർ ബോർഡാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ലോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് നൽകുന്നത്. അതേസമയം ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിൽ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് നൽകുന്നത്.